മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും മലപ്പുറം വേറൊരു സംസ്ഥാനമാണെന്നും അവിടെ ജീവിക്കുന്ന ഈഴവരും ഹിന്ദുക്കളും ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്നും പ്രിയപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ അങ്ങനെ കള്ളം പറയുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വെള്ളാപ്പള്ളി സാറിനെ എനിക്ക് ഇഷ്ടമാണ്, ആദരവാണ്. പക്ഷേ ഈ കള്ളം പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് പ്രധാനം. പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ഇടത് സഹോദരങ്ങൾക്കും കോൺഗ്രസ്സുകാർക്കും എന്തുകൊണ്ടാണ് ഈ കള്ളം പറയുന്നതെന്ന് മനസ്സിലാവാറില്ല. ആ കള്ളം പറയുന്നതിന്റെ കാരണം മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും വെള്ളാപ്പള്ളി സാറിനെ ആക്രമിക്കില്ല, അല്ലെങ്കിൽ ശ്രീ പി സി ജോർജ് സാറിനെ ആക്രമിക്കില്ല. പകരം നമുക്ക് സംസാരിച്ച് ആ നിലപാട് ശരിയാക്കാന്ന് പറയും. ആദ്യം വെള്ളാപ്പള്ളി സാർ പറഞ്ഞു ഒന്ന് കേൾക്കാം. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു വിവാദ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത്. മലപ്പുറം ജില്ല പ്രത്യേക രാജ്യവും സംസ്ഥാനവും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. സമുദായ അംഗങ്ങൾ സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ കഴിയാതെയാണ് മലപ്പുറത്ത് ഭയന്ന് കഴിയുന്നതെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. SNDP യോഗം പരിപാടിയിലായിരുന്നു ഈ പ്രതികരണം. ആദ്യം അത് കേൾക്കാം. ആളുകളുടെ എല്ലാം തിക്കും നോട്ടും നോടും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. സ്വതന്ത്രമായ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നോക്കല്ലേ. ഈ ഓക്സിജന് മലപ്പുറമെന്നോ പത്തനംതിട്ടയെന്നോ കണിച്ചുകുളങ്ങരയെന്നോ പെരുന്നെന്നോ വ്യത്യാസമില്ലല്ലോ. നമുക്ക് അതിലേക്ക് വരാം. അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്തുപറ്റി, മലപ്പുറം ഒരു രാജ്യമാണ്. അതായത് മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മുസ്ലിം എന്ന പേര് പറയുന്നില്ല. മലപ്പുറം പ്രത്യേക മുസ്ലിങ്ങളുടെ ജില്ലയാണ്, രാജ്യമാണ്, സംസ്ഥാനമാണെന്നൊക്കെ. ഇനിയും ഇത് കേൾക്കുന്ന മതേതരവാദികളും മുസ്ലിം സഹോദരങ്ങളും ഇടതുപക്ഷ സുഹൃത്തുക്കളും കോൺഗ്രസ് അനുഭാവികളും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ സാറിനും SNDP യോഗത്തിനും BJPക്കാർക്കും RSSകാർക്കും എല്ലാം ഇത് കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റ് ആണ് മനസ്സിലാവാത്തത്. ഇവരെന്തുകൊണ്ട് ഇത് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കള്ളമാണെന്ന് വെള്ളാപ്പള്ളി സാറിനും അറിയാം, തുഷാർജിക്കും അറിയാം, അല്ലെങ്കിൽ BJPക്കാർക്കും അറിയാം, NDAക്കാർക്കും അറിയാം, SNDPക്കാർക്കും അറിയാം, NSSകാർക്കും അറിയാം, മലപ്പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് പറയുന്നതിന്റെ കാരണം വളരെ ആഴമേറിയൊരു റീസണാണ്. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഒരുമിക്കാനും യോജിക്കാനും ഉള്ളൊരു ഇടമോ സമയമോ സ്ഥലമോ ഒന്നുമില്ല. അപ്പൊ എപ്പോഴും ഞങ്ങൾക്ക് വിശേഷിയ ഹിന്ദുക്കൾക്ക് അപ്പുറത്തൊരു ശത്രു വേണം. ആ ശത്രു മുസ്ലിം ആവണമെന്നൊന്നുമില്ല. ഇപ്പം കുറച്ചു കാലം മുമ്പ് ഇന്നലെ തന്നെ ജബൽപൂരിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചില്ലേ. അതായത് വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, ആദിവാസിയെ, അമ്പലവാസിയെ, പുലയനെ, പറയനെ, ബ്രാഹ്മണനെ, ധീവരനെ, വെള്ളാളനെ, ക്ഷത്രിയരനെ, അങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളെ ഒരുമിപ്പിക്കാനും അല്ലെങ്കിൽ ഈഴവ സമൂഹമോ നായർ സമൂഹമോ ഒരുമിപ്പിക്കാനും ഇങ്ങനെയാണ് നമ്മുടെ ബാലകൃഷ്ണപിള്ള സാറ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ജനിക്കുന്ന നമ്മുടെ നായർ കുട്ടികളുടെ തലയിൽ തൊപ്പി കാണും, അതായത് മുസ്ലിം കുട്ടികളായി മാറും എന്നൊക്കെ പറയുന്നത്. അത് ഒരു അടച്ചിട്ട റൂമിലാണ് പറയുന്നത്. ഇത് പറയുന്നത് ശരിക്കും മുസ്ലിങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങളോട് വിരോധം ഉള്ളതുകൊണ്ടാണെന്ന്. അല്ല, ഞങ്ങളുടെ ഉള്ളിലൊരു ആഴമേറിയ ആത്മീയ ശൂന്യത ഉള്ളത് കൊണ്ടാണ്. അതായത് ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിലും ബൈബിളിലും വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ആരാണ് മുസ്ലിം? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലും പരിശുദ്ധ ഖുറാനിലും അല്ലെങ്കിൽ അള്ളാഹുവിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. പക്ഷെ ആരാണ് ഹിന്ദു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏകശിലാത്മക രൂപമില്ല. വേദങ്ങളുണ്ട്, വേദങ്ങൾ അംഗീകരിക്കാത്തവരുണ്ട്, അമ്പലങ്ങളുണ്ട്, അമ്പലങ്ങൾ ശരിയല്ല, വിഗ്രഹാരാധന തെറ്റാണ്, ക്ഷേത്രാരാധന ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്, വ്യത്യസ്ത തരം ദർശന പദ്ധതികളുണ്ട്. അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഈ ഹിന്ദു സംസ്കാരത്തിൽ, ധർമ്മത്തിൽ കോമൺ പോയിന്റുകൾ വളരെ കുറവാണ്. ഒരു പക്ഷേ റെയറായിട്ടൊരു സ്വാമി വിവേകാനന്ദനോ മഹാത്മാഗാന്ധിയോ ഒക്കെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനോ ഒക്കെയാണ് കോമൺ പോയിന്റ്. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചില നവോത്ഥാന നായകന്മാരെല്ലാവരും, അതുകൊണ്ടാണ് നവോത്ഥാന നായകന്മാരെയൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂട്ടിച്ചേർത്ത് പറയണ്ടോ. ഈഴവ സമുദായത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നത്, ചട്ടമ്പി സ്വാമി നായർ സമുദായത്തിലാണ് ജനിക്കുന്നത്, ഭാരതകേസരി വന്നത് നായർ സമുദായത്തിലാണ് ജനിക്കുന്നത്, പുലയ സമുദായത്തിലാണ് മഹാത്മാ അയ്യങ്കാളി ജനിക്കുന്നത്, ഇതേപോലെ തൈക്കാട് അയ്യാഗുരു ഉണ്ട്, ശുഭാനന്ദ ഗുരുദേവനുണ്ട്, പറയ സമുദായത്തിലാണ് ജനിക്കുന്നത്, പണ്ഡിറ്റ് കറപ്പനുണ്ട്. അങ്ങനെ എല്ലാവരെയും പറയണം. കാര്യം ഒരാളെ വിട്ടുപോയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞപ്പോൾ വൈകുണ്ഠ സ്വാമികളുണ്ട്. ഇപ്പൊ ഈ വൈകുണ്ഠ സ്വാമിയെ വിട്ടുപോയാൽ നാടാർ സമുദായത്തിന് ഒന്നും എന്നെ പറഞ്ഞില്ലല്ലോ, അതെന്താ ഞങ്ങളെ പറയാത്തത്? അങ്ങനെ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവരെയും ബാലൻസ് ചെയ്ത്
പറയുന്നത്. അപ്പൊ ഇത്രയും വലിയ ഡൈവേഴ്സിറ്റി ഒരുമിച്ച് പറയാൻ പല ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അതായത് ക്രിസ്ത്യാനികൾ ബൈബിളിൽ വിശ്വസിക്കുന്നു, മുസ്ലിങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുന്നു, നമ്മൾ ഹിന്ദുക്കൾ ബാക്കിയുള്ളവരെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇതിന്റെ സിമ്പിൾ സൈക്കോളജി. വെള്ളാപ്പള്ളി സാർ ഉദ്ദേശമൊന്നും പറയുന്നതല്ല. 3 ദിവസം മുമ്പ് വെള്ളാപ്പള്ളി സാർ പറയുകയുണ്ടായി, പി സി ജോർജ് കള്ളം പറയുകയാണ്, പി സി ജോർജ് BJP സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് ലവ് ജിഹാദ് പറയുന്നത്. പക്ഷേ ഒരു ഈഴവ വേദി ചെന്നിട്ട് ഈ ഈഴവ സമുദായത്തെ എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യും? ഒരു ഹിന്ദു വേദി ചെന്നിട്ട് ഈ ഹിന്ദു സമുദായത്തെ എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യും? അപ്പൊ അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് പറയണം. ആ ശത്രു നമ്മളെ ആക്രമിക്കാൻ വരുന്നു, നമുക്ക് പറ്റുന്നില്ല എന്ന് പറയണം. ഇത് മുസ്ലിം വിരോധം കൊണ്ടല്ല, ഹിന്ദു ആത്മീയ ശൂന്യത കൊണ്ടാണ് സംഭവിക്കുന്നത്. ഞാൻ തന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പല പരിപാടികൾക്കും കണിച്ചുളങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പോകാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പം വെള്ളാപ്പള്ളി സാറിനോട് ഞാൻ പറഞ്ഞു, വെള്ളാപ്പള്ളി സാറിന് നമുക്ക് ഹിന്ദുക്കളുടെ ഇടയിലെ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾ വെച്ചൊരു നെറേറ്റീവ് നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ എല്ലാവർക്കും സ്വീകാര്യമായ, എല്ലാവരോടും യോജിപ്പുള്ള, നമുക്കും എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു നെറേറ്റീവ്. ഞാൻ അദ്ദേഹത്തിന് സിബി മാത്യൂസിന്റെ പുസ്തകവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. അദ്ദേഹം കുറേ സ്ഥലങ്ങളിൽ അത് പറയുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ ഒരു നന്മ അതാണ്, അദ്ദേഹം കുറേ സ്ഥലങ്ങളിൽ ആ കാര്യം പറയുകയും മറ്റും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ശത്രു ഉണ്ടെന്നും ആ ശത്രു നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ എനർജൈസ് ചെയ്യാൻ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് പണ്ടത്തെ കഥകൾ, നമ്മുടെ പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. പല പുരാണങ്ങളിലും നിങ്ങൾ കണ്ടു കാണും, 99% സന്യാസിമാരും മഹാന്മാരാണ്. 99% യാഗങ്ങളും ഹോമങ്ങളും യജ്ഞങ്ങളും അമ്പലങ്ങളും എല്ലാം മഹത്തരമാണ്. എൻ്റെ മോന് പോലും യാഗം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷേ പണ്ടുള്ള ഈ 1% അന്നത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ തീവ്ര ബ്രാഹ്മണിക്കൽ വാദികൾ, ഗോഡ്സേവാദികൾ എന്നൊക്കെ എടുത്താൽ ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, എന്നല്ല, നിങ്ങൾ ചില പുരാണങ്ങളിലെ കഥകളെങ്കിലും കേട്ട് കാണും. അവരൊരു കാട്ടിലേക്ക് ചെല്ലും. ഹായ് നോക്കൂ, എത്ര മനോഹരമായ കാട്, ഞാൻ ലോക നന്മയ്ക്ക് വേണ്ടി ഇവിടെ പൂജ ചെയ്യാം, ഹോമം ചെയ്യാം, യാഗം ചെയ്യാന്ന് പറയും. അപ്പൊ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, അവിടെ ആദിവാസികളുടെ സ്ഥലമാണ്, ആദിവാസികളുടെ വനവാസികളുടെ ഒക്കെ സ്ഥലമാണ്. ഈ സ്ഥലത്ത് കയറി ഇവൻ യാഗത്തിന് വേണ്ടി കുറ്റിയടിക്കും. എന്നിട്ട് അവിടെ മറ്റേ ബലിത്തറയും യാഗത്തിന് വേണ്ടിയുള്ള ഹവിസും തറയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കും. ഇത് കണ്ട് ഈ ആദിവാസികളും വനവാസികളും കാട്ടി താമസിക്കുന്നവരും വന്ന് എതിർക്കും. അപ്പോൾ കാട്ടി താമസിക്കുന്നവന്ന് എതിർക്കുമ്പോൾ ഇവന്, അതായത് ഈ ചിത്തയായ, അതായത് നല്ല ബ്രാഹ്മണർ, 99% ബ്രാഹ്മണർ നല്ലവരാണ്, എന്നാൽ ഈ 1% തീവ്ര ബ്രാഹ്മണിക്കൽ വാദികളായ അന്നത്തെ ഗോഡ്സേവാദികൾ എന്ത് പറയുന്ന അറിയാമോ? എന്ത്, നമ്മുടെ യാഗത്തെ തടയാൻ അസുരന്മാർ വരുന്നു, കണ്ടോ, അസുരന്മാർ നമ്മുടെ യാഗത്തെ ഇല്ലാതാക്കാൻ വരികയാണ്, അസുരന്മാർ നമ്മളെ ആക്രമിക്കാൻ വരികയാണ്. എന്നിട്ട് ക്ഷത്രിയരോട് ചെന്ന്, കേരളത്തിലെ നായന്മാരോടും ഈഴവന്മാരോടും ചെന്ന്, കണ്ടോ, നമ്മുടെ ധർമ്മത്തെ അവർ ആക്രമിക്കാൻ വരുന്നു, തിരിച്ചടിക്കണം എന്ന് പറയും. അങ്ങനെ തിരിച്ചടിക്കും. അപ്പൊ ഇവർക്ക് വേണ്ടി തിരിച്ചടിക്കുന്നവരെ ഒരു മഹാന്മാരാക്കും അല്ലെങ്കിൽ സംഭവമാക്കും. ഇതൊരു ആത്മീയ ശൂന്യതയിൽ നിന്ന് വരുന്നതാണ്. അതൊരു ഏൻഷ്യൻ പ്രോബ്ലമാണ്. ആയിരക്കണക്കിന് വർഷം, അത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. ക്രിസ്ത്യാനിറ്റി ഉണ്ടായിട്ട് 2000 വർഷവും ഇസ്ലാം ഉണ്ടായിട്ട് 1500 വർഷവും ഒക്കെയാണ് ആവുന്നത്, അല്ലെങ്കിൽ 1600 ആ റേഞ്ച് കാലഘട്ടത്തിലാണ്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകും. എന്നാൽ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഈ ആര്യൻ ജനവിഭാഗം, ഈ പാസ്റ്റോറലായി നടക്കുന്ന, മൃഗങ്ങളെയൊക്കെ മേച്ച് നടക്കുന്ന ജനവിഭാഗം, സെൻട്രൽ ഏഷ്യ മുതൽ ഇന്ത്യ വരെയൊക്കെ വ്യാപിച്ചു കിടന്ന ഒരു വലിയ ജനവിഭാഗം, ഇവർക്കൊരു കോമൺ പോയിന്റ്സ് ഇല്ല. അതായത് ഇവർക്ക് പലപ്പോഴും ഒരു സ്ഥലത്ത് ഇവർ താമസിക്കുന്നില്ല. ആടുകളെയും മാടുകളെയും പശുക്കളെയും ഒക്കെ മേച്ചുകൊണ്ട് പോവാണ്. അപ്പൊ എപ്പോഴും തങ്ങളുടെ ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്താൻ പാമ്പ് വരുന്നേ, പാമ്പ് വരുന്നേ, പുലി വരുന്നേ, പുലി വരുന്നേ, പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാരെ ഒരുമിച്ച് നിർത്താനും കൂടെ നിർത്താനും സാധിക്കൂ. അന്ന് പുലി വരുന്നേ, പുലി വരുന്നേ, പുലി വരുന്നേ, പുലി വരുന്നേ എന്ന് പറഞ്ഞ് മാറി കാലാന്തരത്തിൽ അത് അസുരന്മാര് വരുന്നേന്നായി, കാലാന്തരത്തിൽ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം ചെയ്തുകൊണ്ട് പോയി എന്നാക്കി, കാലാന്തരത്തിൽ ലവ് ജിഹാദും ലാൽ ജിഹാദും തുപ്പൽ ജിഹാദും തുമ്മൽ ജിഹാദും തുള്ളിമരുന്ന് ജിഹാദും കൊണ്ടവർ നമ്മുടെ ഇന്ത്യയെ ഗസ്വയെ എന്തിൽ തകർക്കാൻ വരുന്നതെന്നാക്കി. സ്ലോഗൻ മാറുന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായ ഒരു ആത്മീയ ശൂന്യതയാണ്. അതാണ് ഗോഡ്സെക്ക് സംഭവിച്ചത്. ഗോഡ്സെ വിചാരിച്ചത് ഗാന്ധിജി മുസ്ലിങ്ങളുടെ ചാരനാണ്, ഗാന്ധിജി മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, പാകിസ്ഥാന്റെ പിതാവാണ് ഗാന്ധിജി എന്നൊക്കെ പറഞ്ഞാണ് ഗോഡ്സെ കൊല്ലുന്നത്. അപ്പൊ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല, അത്രമാത്രം മണ്ടനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ചിരിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു ആത്മീയ ശൂന്യതയിൽ നിന്ന് വരുന്നതാണ്. ഇതിന്റെ സൊല്യൂഷൻ ഒരു ഒറ്റ കാര്യമാണ്. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച പോലെ, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ, നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം വേണം. അതിലൂടെ നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുന്നു, വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നു. എപ്പോഴൊക്കെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടോ നമ്മൾ ഹിന്ദുക്കൾ അവിടെ ഒന്നിച്ചു കൂടുന്നു എന്നൊരവസ്ഥ വരും. അപ്പൊ ഇത് ആഴമേറിയ ഒരു മനോരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. മാടമ്പള്ളി ഇല്ലത്തെ ആ നാഗവല്ലി നമ്മുടെ ഉള്ളിലാണ്. വെള്ളാപ്പള്ളി സാറോ ഞാനോ അല്ലെങ്കിൽ പി സി ജോർജ് ഇപ്പം ക്രിസ്ത്യാനികളെയും കൂടെ കൂട്ടാനാണ് വിശാല അർത്ഥത്തിൽ ജിഹാദികൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്നൊക്കെ കള്ളം പറയുന്നു. അപ്പോൾ ഈ കള്ളം പറയുന്നതിന്റെ റീസൺ ആഴമേറിയ ഒരു ആത്മീയ ശൂന്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ കള്ളം പറയുന്നത്. ആ കള്ളം കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് സത്യം.
പകരം ഹിന്ദുക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബഛിദ്രം അടക്കം ഒരുപാട് കാര്യങ്ങൾ നോക്കി നമുക്ക് ശനിയാഴ്ച സത്സംഗങ്ങൾ വേണം, വിവാഹപൂർവ്വ വിദ്യാഭ്യാസം വേണം, നമ്മുടെ ജനസംഖ്യ കുറയുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ പോസിറ്റീവായി പറഞ്ഞ് നമുക്കൊരു നറേറ്റീവ് ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാകട്ടെ വെള്ളാപ്പള്ളി സാറിനോട് ഇഷ്ടത്തോടെ, വളരെ ആദരവോടെ, താഴ്മയോടെ അദ്ദേഹത്തിന് സമർപ്പിക്കാനുള്ളത് ഇതാണ്.